ആഴ്ച നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നഷ്ടത്തെ ആഘോഷമാക്കുവാൻ വേണ്ട ഒന്ന് യേശു തിരികെ തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് അറിയുന്നതിൽ കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അവിധത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ അവസരം നൽകി തരികയും ചെയ്ത നല്ലവനായ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. സ്തുതി അത്ഭുതങ്ങളുടെ ആരംഭമാണ്. അത്ഭുതങ്ങളിലേക്ക് വഴികളെ തുറക്കുന്ന താക്കോലാണ്. എൻ്റെ വാക്കുകളല്ല, വേദപുസ്തകം സാക്ഷ്യം പറയുന്നതാണ്. എവിടെ സ്തുതി ഉയരുമോ അവിടെ അത്ഭുതങ്ങളിലേക്ക് വഴികൾ, വാതിലുകൾ തുറക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ 2 പേർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസും ശീലാസും. അവർ പാടി സ്തുതിക്കുന്ന സ്ഥലം കാരാഗ്രഹമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഒരു കാരാഗ്രഹത്തിനകത്ത് തടവുകാർക്ക് എന്ത് പറഞ്ഞാണ് സ്തുതിക്കുവാനുള്ളത്? അതേക്കുറിച്ച് ആഴമായൊരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുവാൻ തയ്യാറല്ല. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, ഏതവസരത്തിലും ഏത് അനുഭവത്തിലും ഭക്തന് സ്തുതിക്കുവാൻ കഴിയണം. അவ்விധത്തിൽ ഭക്തന് സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ യൂറോപ്പിലേക്ക് പൗലോസിനും ശീലാസിനും മുമ്പിൽ അത്ഭുതകരമായൊരു വാതിൽ തുറക്കപ്പെട്ടതുപോലെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞുകൊണ്ട് കൈകളിലെയും കാലുകളിലെയും ചങ്ങലകളെയും ആമത്തെയും തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? വലുതാകട്ടെ ചെറുതാകട്ടെ, ഒരുപക്ഷെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളൊരു ഭക്തനാണെങ്കിൽ അതിനേറ്റവണ്ണം സ്തുതിച്ചിരിക്കണം. കാരണം നമുക്ക് പ്രത്യാശയുണ്ട്. അതേ ബ്രദർ, സിസ്റ്റർ, നമുക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആത്മഹത്യ ചെയ്ത് അതേ പേര് ചരിത്രമാക്കി കടന്നു പോകാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഭ്രാന്ത് പിടിക്കാത്തത്. അതുകൊണ്ടാണ് അയ്യോ പാസ്റ്റർ ഓർമ്മിപ്പിക്കല്ലേ, നോ, അതെ, നമുക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ. പ്രത്യാശ തന്ന ആ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. അവിധത്തിൽ സ്തുതിക്കുവാൻ വേണ്ടി, നമുക്കൊരുമിച്ച് സ്തുതിക്കുവാൻ വേണ്ടി കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം സ്തുതിക്കുവാൻ ഉതകുന്നതല്ലേ? ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നഷ്ടപ്പെട്ടത്, അതേന്നേ, ആ നഷ്ടപ്പെട്ടത് തിരികെ തരും. തീർന്നില്ല. അല്ലെങ്കിൽ നഷ്ടപ്പെടലിൻ്റെ ഓർമ്മകളും വേദനകളും മറന്ന് ആഘോഷിക്കുവാൻ, സന്തോഷിക്കുവാൻ, ഒരിക്കൽ കൂടി എൻജോയ് ചെയ്യുവാൻ വേണ്ടത് ഒന്ന് ഈ ആഴ്ച നിങ്ങൾ പ്രാപിക്കും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 67-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റെബേക്കായെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു. ഒരു ദുഃഖം തീർന്നതിനെക്കുറിച്ച്, അതേ ബ്രദർ, സിസ്റ്റർ, ദുഃഖം തീരുന്ന ഒന്ന് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും. അതേ സഹോദര, ആ ജോലി നഷ്ടപ്പെട്ടത് മുഖാന്തരം ദുഃഖിച്ച് സങ്കടപ്പെട്ട് ആരോടും ഒന്നും പറയാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നില്ലേ? കേൾക്ക്, ആ ദുഃഖത്തെ മറക്കും വിധത്തിൽ, അല്ലെങ്കിൽ ആ ദുഃഖം നിന്നെ വിട്ട് മെല്ലെ 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 മാറിപ്പോകും വിധത്തിലൊന്ന് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. സിസ്റ്റർ, ജോലി നഷ്ടപ്പെട്ടവളായി, വരുമാനമില്ലാത്തവളായി, വഴിയടഞ്ഞവളായി, ഇനിയും പലരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരുമ്പോൾ അയ്യോ അതൊരു സങ്കടമാണ്. ഒത്തിരി നാളുകൾ പലരുടെയും മുമ്പിൽ, ഈ പലരുമെന്ന് പറയുന്നവരാരാ? വേണ്ടപ്പെട്ടവർ തന്നെ. പക്ഷേ അവരുടെ വാക്കുകൾ അവരെ നമുക്ക് പലരുമാക്കി മാറ്റുന്നു. തന്നിട്ട് പറയുന്ന വാക്കുകൾ, കൊണ്ടുപോയി തിന്ന്, നിൻ്റെ വല്ലാത്ത സങ്കടമല്ലേ? ഇനിയും അതേ കൈനീട്ടൽ, ഇനിയും അതേ ആവശ്യങ്ങൾ അറച്ചറച്ച് പറഞ്ഞ് കുത്തുവാക്കുകളോടെ വാങ്ങിച്ചെടുക്കുന്ന അവസ്ഥ. പ്രിയ സിസ്റ്റർ, ആ അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകും. നീ വല്ലാത്ത ഭാരത്തിലായിരിക്കും. നിനക്ക് ആഗ്രഹമുണ്ട്, സ്വന്തമായി സമ്പാദിക്കണം, സ്വന്തമായി അധ്വാനിക്കണം. പക്ഷേ അതിന് കഴിയാത്ത വിധത്തിൽ മുൻപിലുള്ള വാതിലുകൾ അടച്ചു കളഞ്ഞ ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം തകർക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. പുതുവഴി നിനക്കായി തുറന്നു വരിക. ചില വർഷങ്ങളായി നീ നല്ലൊരു തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടൊരു തൊഴിൽ. സിസ്റ്റർ പ്രാർത്ഥിക്കുക, ബ്രദർ നിന്നോടുകൂടെ പ്രാർത്ഥിക്കുക. കർത്താവ് വഴി തുറന്ന് മാനിക്കുവാൻ പോവുക. ആമേൻ.
എത്ര പേർ വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുക്കും? വഴി കർത്താവ് തുറക്കുക. ദുഃഖം മാറി പോകുവാൻ വേണ്ടി, ദുഃഖം മാറി പോകുവാൻ വേണ്ടി ശുശ്രേ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മടക്കി വരുത്തുക. അന്ന് തൊട്ട് തുടങ്ങിയ ദുഃഖമാണ്. ആമേൻ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മുടിഞ്ഞ മനുഷ്യൻ ഇവരൊന്ന് ജീവിതത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ സന്തോഷമുണ്ടാകുമായിരുന്നു, സമാധാനമുണ്ടാകുമായിരുന്നു. അല്ലേ? ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവർ അങ്ങനെ ചിന്തിച്ചവരിലേക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഭർത്താവിൻ്റെ കുഴപ്പമായിരിക്കാം, ഭാര്യയുടെയും കുഴപ്പമായിരിക്കാം. കുഴപ്പമില്ലാത്ത ആരും ലോകത്തിലില്ലല്ലോ. പലരും ചിന്തിക്കുന്ന നമുക്ക് മാത്രം കുഴപ്പമുള്ളതെല്ലാം കിട്ടി, ലോകത്തിലുള്ള ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ലെന്നേ. നിങ്ങൾ ചില മേഖലകളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ തത്തുല്യമായ മേഖലകളിലോ വ്യത്യസ്തമായ മേഖലകളിലോ ഒപ്പമുള്ളവർ, ചുറ്റുമുള്ളവർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളും പ്രശ്നത്തിലാണ്. പ്രശ്നമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. അതിനർത്ഥം ചിലത് വേണ്ടെന്ന് വയ്ക്കുന്നത് സന്തോഷം തരും, സമാധാനം തരും. നോ. അതാ പറഞ്ഞേ. ആമേൻ. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ മുടിഞ്ഞവൻ ഒന്ന് പോയാൽ മതി, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്നായിരുന്നു ചിന്ത. പക്ഷെ പോയപ്പോഴോ സിസ്റ്ററെ നീ കരയുകയാണ്. ബ്രദർ, ഇപ്പോഴാ സങ്കടം. ആരടുത്തും പറയാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അന്നങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞും പോയി, കൈ നീട്ടിയും പോയി. തകർന്നു പോയ നിൻ്റെ കുടുംബജീവിതത്തെ മുൻനിർത്തി നീ അനുഭവിക്കുന്ന ആ ദുഃഖം മാറുവാൻ എൻ്റെ ദൈവം തകർന്നു പോയ നിൻ്റെ കുടുംബജീവിതത്തെ പണിതുയർത്തുവാൻ പോകുക. പ്രിയ സിസ്റ്ററെ, പ്രാർത്ഥിച്ചു തുടങ്ങ്. നിൻ്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ തരും. പ്രിയ ബ്രദർ, പ്രാർത്ഥിച്ചു തുടങ്ങ്. നിൻ്റെ ഭാര്യ മടങ്ങി വരിക. താങ്ക് യു ലോർഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദുഃഖം മാറുവാൻ തക്കവണ്ണം നഷ്ടപ്പെട്ടു പോയ ചിലതിനെ എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക. ആ മക്കളെ ദൈവം തിരികെ തരുവാൻ പോകുക. ആമേൻ. പ്രിയ മാതാവേ, പിതാവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ആ പഴയ നിനക്ക് സ്നേഹിക്കുവാനും വാത്സല്യത്തോടെ വാരി പുണരുവാനും കഴിയുന്ന നിൻ്റെ മക്കളായി, പക്ഷേ ചില നാളുകൾ കൊണ്ട് അവർ അകന്നുപോയി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റ രീതികൾ കൊണ്ടും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതെൻ്റെ മകനാണോ, ഇതെൻ്റെ മകളാണോ, എൻ്റെ സാരിത്തുമ്പെ തൂങ്ങി നടന്ന എൻ്റെ മോളാണോ ഇത്, അമ്മ എന്ന് വിളിച്ചെപ്പോഴും നടന്ന എൻ്റെ മോനാണോ ഇത്? അതെ, നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പഴയതിലും അധികം സ്നേഹത്തോടെ നിൻ്റെ മകളെ, നിൻ്റെ മകനെ എൻ്റെ ദൈവം മടക്കി വരുത്തി നിൻ്റെ ദുഃഖത്തെ മാറ്റുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ദൂത് ഏറ്റെടുക്ക്, പ്രാർത്ഥിക്ക്. പഴയതിലും സ്നേഹത്തോടെ നിൻ്റെ തലമുറയെ മടക്കി വരുത്തി നിൻ്റെ ദുഃഖകാലത്തിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. ഇനിയും മകനെ ചൊല്ലി, മകളെ ചൊല്ലി നീ കരയുവാൻ, കരഞ്ഞ് ഉറക്കം നഷ്ടപ്പെടുത്തുവാൻ, കരഞ്ഞ് ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാരം തൊണ്ടയിൽ കൂടെ ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ കാലം, ആ ദുഃഖകാലം മാറിപ്പോകുക. മടങ്ങി വരവ് നഷ്ടപ്പെട്ടു പോയെന്ന് ലോകം വിളിച്ചു പറഞ്ഞ, നഷ്ടപ്പെട്ടു പോയെന്ന് നീ ഉറപ്പിച്ച, അതേ ഉറപ്പിക്കുവാൻ കാരണങ്ങളുണ്ട്. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും പിടിപ്പെട്ടുപോയി, മോശം കൂട്ടുകെട്ടുകളിലാകാത്ത, ഇടങ്ങളിലാകാത്ത, സ്വഭാവം ചെയ്യുവാൻ പാടില്ലാത്തതും പറയുവാൻ പാടില്ലാത്തതും പറഞ്ഞ് ശുശ്രൂഷക നിന്റെ മകനെക്കുറിച്ചാണ് നീ കേൾക്കുന്നത്. അയ്യോ, അനേക കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത, അനേക കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ ഉറപ്പിച്ച എൻ്റെ മകൻ, എൻ്റെ മകൾ ഇതാ ലോക വഴികളിൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, മറ്റുള്ളവർക്ക് മുമ്പിൽ എങ്ങനെ ഞാൻ നിൽക്കും? പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിലാണോ ഇത്? ദൈവസന്നിധിയിൽ പലതും മാറ്റിവെച്ചു വിശ്വസ്തയോടെ നിൽക്കുന്ന നിന്റെ ഭവനത്തിലാണോ ഇത്? കേൾക്ക്. പ്രാർത്ഥിക്കുന്ന നിന്റെ കൺമുമ്പിൽ നിന്ന്, ശുശ്രൂഷക കർത്താവിൻ്റെ വേല ചെയ്യുന്ന നിന്റെ കൺമുമ്പിൽ നിന്ന്, നിന്റെ കൈക്കുള്ളിൽ നിന്ന് നിന്റെ തലമുറയെ വലിച്ചു മറിച്ചു കൊണ്ടുപോയ പിശാചിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവന്ന് നിന്റെ ദുഃഖകാലത്തിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുന്നു. റെഡിയാണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ആമേൻ. നഷ്ടപ്പെട്ടു പോയത്, അതേ, അതിനെ തിരികെ തന്നു. വല്ലാത്ത ദുഃഖമാ. നഷ്ടപ്പെട്ടു പോയി, ആ ബിസിനസ് നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു. ഇന്ന് ആ വഴിയിലൂടെ പോകുമ്പോൾ, ആ ഓർമ്മ വരുമ്പോൾ, ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ, എനിക്കറിയത്തില്ല, ആരോ വല്ലാത്ത സങ്കടത്തിലാണ്. വീട്ടിൽ പല മുറികളിൽ ചെല്ലുമ്പോൾ ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, വശങ്ങളിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഉള്ളിനകത്തൊരു നീറ്റല. കേൾക്ക്, ആ നീറ്റൽ അറുതി വരുത്തുവാൻ നഷ്ടപ്പെട്ടു പോയ നിന്റെ ബിസിനസ് എൻ്റെ കർത്താവ് നിനക്ക്
തിരികെ തരുവാൻ പോകുക. ചിലർ പറയുന്നുണ്ട്, പാസ്റ്റർ അതിന് ബിസിനസ് ഒന്നും പറയുവാൻ കഴിയത്തില്ല, നിനക്കാണത് ബിസിനസ് അല്ലാത്തത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവിടെ അതിനെ മെനഞ്ഞിരിക്കുന്നത് ബിസിനസ്സായിട്ടാണ്. 4 പേർക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുവാൻ, നിനക്ക് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ കഴിയുന്ന ബിസിനസ്സായി സ്വർഗത്തിലത് മെനഞ്ഞിരിക്കുന്നു. അത് ഇന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരിക. വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുക്ക്. നിന്റെ ദുഃഖകാലം, നിന്റെ സങ്കടം മാറുവാൻ ആ ബിസിനസ് അതേ തെരുവിൽ, അതേ ദേശത്തിൽ ഇന്നലകളെക്കാൾ മനോഹരമായ ബ്ലെസ്സിംഗ് ആയി അത് നടക്കുവാൻ പോകുക. ആമേൻ. അതിനെ തിരികെ തന്ന് ആ നല്ല സമയത്തെ, ആ നല്ല അനുഭവങ്ങളെ, ആ നല്ല എക്സ്പീരിയൻസിനെ, ആ നല്ല ഓർമ്മകളെ തിരികെ തന്ന് നിന്റെ ദുഃഖത്തെ എൻ്റെ ദൈവം മാറ്റും. നോക്കൂ, ഇവിടെ ഇസഹാക്ക് ഒരു മുഖവരയുടെയോ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് പ്രൈസ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങൾക്കില്ല. കാരണം നിങ്ങൾ തുടർമാനമായ വേദപുസ്തകത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പ്രഭാതവനയിലൂടെയും മറ്റനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷകളിലൂടെയും പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്ക് അത് അറിയാമല്ലോ. നിങ്ങൾക്കും ആ വിധത്തിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം വചന ശുശ്രൂഷകളിൽ പങ്കാളികളാകുവാൻ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. നോക്കൂ, അബ്രഹാമിൻ്റെ മകനാണ്. അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ലഭിച്ച മകനാണ് ഇസഹാക്ക്. നമുക്ക് അതേക്കുറിച്ച് പറയുവാൻ സന്തോഷമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും അவ்விധത്തിൽ തുല്യമായൊരു സ്ഥാനം കൊടുക്കാത്ത ആളാണ് സാറ, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് എന്ന ഈ വാഗ്ദത്ത സന്തതിയെ ലഭിക്കുന്നത്. സാറയ്ക്ക് 90-ാമത്തെ വയസ്സിലാണ്. എന്നാൽ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അതിനു മുമ്പേ 86-ാമത്തെ വയസ്സിൽ അബ്രഹാം സ്വന്തം വഴിക്ക് ഒരു തലമുറയെ ജനിപ്പിച്ചു, ഇസ്മായിൽ. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, എന്നാൽ സാറയ്ക്ക് ആകപ്പാടെയുള്ള ഒരേ ഒരു മകൻ ഈ ഇസഹാക്കാണ്. അപ്പോൾ സാറ എന്തുമാത്രം ഈ മകനെ സ്നേഹിച്ചിരിക്കും. ഈ മകനും അങ്ങനെ തന്നെ. കാരണം തൻ്റെ ഭവനത്തിൽ തൻ്റെ ദുഃഖത്തിനൊരു ആശ്വാസമുണ്ടാകുവാൻ, തനിക്ക് കേൾക്കുവാൻ കഴിയാത്ത അമ്മേ എന്നൊരു സ്വരം കേൾക്കുവാൻ വേണ്ടി ഹാഗറിലൂടെ ഒപ്പിച്ചെടുത്ത ഇസ്മായിൽ എന്നൊരു സന്തതി ഇസഹാക്കിന് മുമ്പേ ആ ഭവനത്തിൽ ജനിച്ചു. പക്ഷേ ഇസഹാക്ക് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ സാറയ്ക്ക് വെറുപ്പായി തീർന്നു. കാരണം അത്രമാത്രം ഇസഹാക്കിനെ സാറ സ്നേഹിച്ചു. തന്നിൽ നിന്ന് ജനിച്ച, തൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച, എനിക്കറിയത്തില്ല, അത്രമാത്രം സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ചില അമ്മയപ്പന്മാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ കുറ്റം പറയുന്നുണ്ട്. ഇങ്ങനെ മക്കളെ സ്നേഹിക്കാമോ? ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാമോ? അവർ നടക്കുന്നത് കണ്ടില്ലേ? അവരുടെ പോക്ക് കണ്ടില്ലേ? പുകഞ്ഞ പൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് അവരെ അങ്ങ് വിട്ടുകള എന്ന് പറഞ്ഞ് സ്തോത്രം, എന്നിട്ട് വിട്ടുകളയാതെ അത്രമാത്രം മക്കളെ സ്നേഹിക്കുന്ന ചില അമ്മയപ്പന്മാർ കേൾക്ക്. നിൻ്റെ സ്നേഹത്തിന് എൻ്റെ ദൈവം പ്രതിഫലം തരുവാൻ പോകുക. ഇന്ന് അവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയുവാൻ കുറ്റം മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നുണ്ട്, അവർ ഒരിക്കലും നിനക്കൊരു സന്തോഷം തരത്തില്ല, മക്കൾ മുഖാന്തരം നീ സമാധാനം അനുഭവിക്കത്തില്ല, മക്കളുടെ നന്മ, മക്കളുടെ അനുഗ്രഹം, മക്കളുടെ സന്തോഷങ്ങൾ നീ ഒരിക്കലും അനുഭവിക്കത്തില്ല. ലോകം മുഴുവൻ ആ വാക്കുകൾ ആവർത്തിച്ച് പറയുമ്പോഴും കേൾക്ക്, ഈ പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് പ്രവചിച്ചു പറയട്ടെ, ആ മക്കളുടെ സന്തോഷം, ആ മക്കളുടെ അനുഗ്രഹം, ആ മക്കളുടെ നന്മകൾ, അതെ, ആ മക്കളുടെ തണലും തണുപ്പും അനുഭവിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിലേക്ക് ആ നല്ല കാലത്തെ എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക. ആ ദുഃഖകാലം കഴിഞ്ഞു പോകുവാൻ പോകുക. ആമേൻ. അങ്ങനെ സാറ ഏറെ സ്നേഹിച്ച മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിനും അങ്ങനെ തന്നെ. ഇസഹാക്കിന് അറിയാം, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അവൾക്കേറെ വിലപ്പെട്ടത്, വേണ്ടപ്പെട്ടത് ഒക്കെ നഷ്ടപ്പെടുത്തിയവളാണ്. അങ്ങനെ സ്നേഹിച്ച മകന് ഒരിക്കൽ സാറ എന്ന അമ്മയെ നഷ്ടപ്പെട്ടു പോയി. അത് വിധിയല്ല, അതൊരു റിയാലിറ്റിയാണ്. ചില നഷ്ടങ്ങൾ, ഉദാഹരണം മരണം പോലുള്ള ചില നഷ്ടങ്ങൾ, അത് റിയാലിറ്റിയാണ്. നമ്മൾ എത്ര തന്നെ വേണ്ട എന്ന് വെച്ചാലും അതങ്ങനെ തന്നെയാണ്. അതേ തുടർന്നുണ്ടാകുന്ന ട്രോമാസ് ഉണ്ട്, വേദനകളുണ്ട്. ആരൊക്കെയോ മരണങ്ങളെ തുടർന്നുള്ള ട്രോമാസിലായിരിക്കുന്നു, വേദനയിലായിരിക്കും, ഇതുവരെ പുറത്തു വരുവാൻ കഴിയുന്നില്ല. സിസ്റ്ററെ, നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയാണ് സംഭവിച്ചത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. രാത്രികളിലൊന്നും ഉറക്കമില്ല, വല്ലാത്തൊരവസ്ഥയിലൂടെ നടന്നു പോവുകയാണ്. ബ്രദറെ, അതല്ലേ ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? അപകട മരണങ്ങളെ തുടർന്ന്, സൂയിസൈഡുകളെ തുടർന്ന് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, ആ നഷ്ടത്തെ മറക്കുമാറാക്കുന്ന വിധത്തിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് എൻ്റെ കർത്താവ് നിങ്ങളുടെ ദുഃഖത്തെ മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും.
ഇനിയും ദുഃഖിച്ചു കരയുവാൻ, ഇനിയും നിരാശയോടെ വേദനയോടെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദീർഘനാളുകൾ ഇസഹാക്ക് ദുഃഖത്തിലായിരിക്കുന്നു. ആ ദുഃഖത്തിന് അറുതി വരേണ്ടതിനായി അവൻ്റെ അടുക്കലേക്ക് റബേക്ക കടന്നു വരികയാണ്. റബേക്കയെ ദൈവം ഇസഹാക്കിന് കൊടുക്കുന്നു. ഇസഹാക്ക് റബേക്കയുമായി സാറയുടെ കൂടാരത്തിനകത്തേക്ക്, അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ ഓർമ്മകൾ ഉള്ളയിടത്തേക്ക് കടന്നു പോവുകയാണ്. ഒരു നിമിഷം നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ചില ഇടങ്ങളെ, ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളെ ഒക്കെ മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്? അവിടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുണ്ട്. അങ്ങോട്ട് പോയാൽ സങ്കടം വരും, അങ്ങോട്ട് പോയാൽ ടെൻഷൻ വരും, അവരുടെ മുഖം കണ്ടാൽ ടെൻഷൻ വരും, അല്ലേ? കേൾക്ക്, അങ്ങനെ നീ സങ്കടപ്പെടുന്ന അതേ സ്ഥലത്ത് നിന്റെ സങ്കടത്തിന് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുകയാണ്. ചില മുറികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്, ചില വ്യക്തികൾ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അവിടെ അവരുടെ മുമ്പിൽ കർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ പോകുക. യെസ്, ചില ഓർമ്മകളുമായി വരുന്ന ചില മൊമെൻറ്റ്സ്, ചില സ്ഥലങ്ങൾ, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നിന്റെ ഭവനത്തിൽ നീ കടന്നുപോയിട്ട് ഒത്തിരി നാളായി. അവിടെ നിന്നെ വേദനപ്പെടുത്തുന്ന ചില ഓർമ്മകളുണ്ട്. കേൾക്ക്, മടങ്ങിപ്പോ. അവിടെ നിനക്ക് എൻ്റെ ദൈവം സന്തോഷം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓ മേൻ, ആ രാജ്യത്ത് നിനക്ക് ഒത്തിരി സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളാണ്, ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളാണ്. ഇന്നലകളിൽ വന്ന നഷ്ടം, ഇന്നലകളിൽ നീ തലകുനിക്കേണ്ടി വന്ന അവസ്ഥ. കേൾക്ക് പ്രിയ സിസ്റ്റർ, പ്രിയ ബ്രദർ, അവിടെ തന്നെ നിന്റെ ദുഃഖം മാറുവാനുള്ളത് എൻ്റെ ദൈവം തരും. ഓ, ആ രാജ്യത്ത് തന്നെ, ആ സ്ഥാപനത്തിൽ തന്നെ. മക്കളെ, ഓ ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും പരാജയപ്പെട്ടു പോയി. ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. ആ കോഴ്സ് അങ്ങ് വിട്ടുകളയാം, അല്ലെങ്കിൽ ആ സ്വപ്നം അങ്ങ് വിട്ടുകളയാം. നോ, എടാ പ്രാർത്ഥിക്ക്, എടി മോളെ പ്രാർത്ഥിക്ക്. അവിടെ നീ തലകുനിച്ചു പരാജയത്തിൻ്റെ പാണ്ഡവും ചുമന്നിറങ്ങിയ അതേ സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്ക് സന്തോഷത്തിൻ്റെ അനുഭവത്തെ ഒരുക്കിയിട്ടുണ്ട്. നീ എവിടെ നിന്നാണോ ഒത്തിരി ദുഃഖവുമായി ഇറങ്ങിയത്, എവിടെയാണോ നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, ബലി കഴിപ്പിക്കപ്പെട്ടത്, അവിടെ പുതിയ സന്തോഷങ്ങളെ നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരുവാൻ പോകുന്നു. നോക്കൂ, സാറയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന കൂടാരത്തിനകത്തേക്ക് റബേക്കയുമായി ഈസഹാക്ക് കടന്നു പോവുകയാണ്. കാരണം ഈസഹാക്കിനറിയാം, ദൈവം ഇതെൻ്റെ ജീവിതത്തിൽ തന്നത് എൻ്റെ അമ്മയായ സാറയുടെ ഓർമ്മകളിൽ നിന്ന്, എൻ്റെ ജീവിതത്തിലേക്ക് ദുഃഖം കൊണ്ടുവരുന്ന ഓർമ്മകളിൽ നിന്ന് ഞാൻ പുറത്തു വരുവാനാണ്. ചിലത് ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ചില ദുഃഖങ്ങൾക്കും, ചില വേദനകൾക്കും, ചില നെടുവീർപ്പുകൾക്കും അറുതി വരുവാനായി. ബ്രദർ, സിസ്റ്റർ, ചില ദുഃഖങ്ങൾക്കും വേദനകൾക്കും നെടുവീർപ്പുകൾക്കും അറുതി വരുവാനായി എൻ്റെ ദൈവം ചിലത് നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ പോകുന്നു. പ്രിയ സിസ്റ്ററെ, കേൾക്ക്, നിന്റെ നെടുവീർപ്പിനും കണ്ണുനീരിനും പിറുപിറുപ്പിനും പരാതി പറച്ചിലിനും അറുതി വരുവാനായി ചിലത് എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരുവാൻ പോകുന്നു. മക്കളെ, പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇനിയും മുറിയടച്ച് ഒതുക്കപ്പെട്ടായിരിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ എൻ്റെ ദൈവം ചിലത് നിങ്ങൾക്ക് തരുവാൻ പോകുന്നു. ഓ, താങ്ക് യു ലോർഡ്. ബ്രദർ, സിസ്റ്റർ, പ്രാർത്ഥിച്ചു തുടങ്ങ്. പ്രിയ ശുശ്രൂഷക, പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇനിയും ലജ്ജിച്ച് ആ ദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നിന്റെ സഭയിരുന്ന നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചിറങ്ങിത്തിരിച്ച നിന്നെ കർത്താവ് അയച്ച ആ ദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നീ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, വല്ലാതെ നെർവസ് ആകുന്നുണ്ട്. അയ്യോ, കേൾക്ക്, അവിടെ നിനക്ക് സന്തോഷിക്കുവാൻ എൻ്റെ ദൈവം ചിലത് തരുവാൻ പോകുന്നു. അർത്ഥാൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ചിലത് അവിധത്തിൽ നഷ്ടപ്പെടലുകൾ മുഖാന്തരമുണ്ടായ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ പോകുന്നു. ആമേൻ. ആ കൂടാരത്തിനകത്ത്, സാറയുടെ കൂടാരത്തിനകത്ത് അവൻ റബേക്കയെ തൻ്റെ സ്വന്തമാക്കി. അഥവാ ദൈവം തനിക്ക് നൽകിയ, തൻ്റെ ഒറ്റപ്പെടലിന് നൽകിയ ആ അനുഭവത്തെ അവൻ സ്വന്തമാക്കി. അവന് അവളിൽ സ്നേഹമായി. ആ ലഭിച്ചതിനെ, റബേക്കയെ അവൻ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. പലരുടെയും പ്രശ്നവും ഇവിടെയാണ്. നഷ്ടപ്പെട്ടു പോയ പലതിലും അവർക്കുണ്ടായിരുന്ന സ്നേഹം മറ്റു പലതിലേക്കും കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. ചില വ്യക്തികളോടുണ്ടായിരുന്ന സ്നേഹം മറ്റു ചില വ്യക്തികളിലോട്ട് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആരോടും ഒരു ഇഷ്ടമില്ല. പുതുതായി ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, പുതിയ ഫ്രണ്ട്സ്, പുതിയ കൂട്ടുകാർ, പുതിയ പരിചയക്കാർ ആരൊക്കെ വന്നാലും ആ നഷ്ടപ്പെട്ടു പോയ പലരിൽ മരണം കൊണ്ട് മാത്രമല്ല, നല്ല കൂട്ടുകാരായിരുന്നു, വിട്ടിട്ട് പോയി. ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ ചിലരിങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ നല്ല കൂട്ടുകാരനാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, പക്ഷേ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വിട്ടിട്ട് പോയി.
നല്ല കൂട്ടുകാരനെങ്കിൽ, ആത്മാർത്ഥ കൂട്ടുകാരനെങ്കിൽ അങ്ങനെ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വിട്ടിട്ട് പോകുമോ പെങ്ങളെ? അപ്പോൾ അത് പയ്യത് തന്നെ നല്ലത്, ആത്മാർത്ഥതയില്ല, നല്ലതുമല്ല അവൻ. അപ്പോൾ അങ്ങനെ ചിലത് പോകുമ്പോൾ ചിലത് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കെന്തോ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. നീ നിലനിൽക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ദൈവത്തിൻ്റെ ആവശ്യം. ഈ ലോകത്തിലുള്ളതെല്ലാം നിനക്ക് ചുറ്റും നിൽക്കുക എന്നുള്ളതല്ല, നീ നിലനിൽക്കുക അഥവാ അതിജീവിക്കുവാൻ വേണ്ടത് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതിനെ സ്നേഹിച്ചു തുടങ്ങും. അയ്യോ പാസ്റ്ററെ, ആ ജോലിയായിരുന്നു എനിക്കേറെ ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇപ്പോഴത്തെ ജോലിയോട് ഒരു സ്നേഹമില്ല, ഒരു ആത്മാർത്ഥതയില്ല. ഈ പോക്ക് പോയാൽ ഈ ജോലി നഷ്ടപ്പെട്ട് വീട്ടിനകത്ത് ചൊറിയും കുത്തിയിരിക്കും. മര്യാദയ്ക്ക് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. അതെ, ആ വാഹനമായിരുന്നു, അത് വിറ്റു, ഇപ്പം പറഞ്ഞ വാഹനം ഒന്ന് പോ. അങ്ങനെയല്ലത്. ദൈവം തന്നതിനെ സ്നേഹിക്കേ. ഒരിക്കലും സാറയ്ക്ക് പകരം ആകത്തില്ല റിബേക്ക. പക്ഷേ ഇസഹാക്കിനറിയാം ദൈവമാണ് റിബേക്കയെ എനിക്ക് തന്നത്, അതുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരും, എൻ്റെ ദുഃഖം മറക്കുവാൻ ഇതിടയായിത്തീരും. അതുതന്നെ ആ കിട്ടാതെ പോയ ജോലി, പലരും അതിൽ തന്നെ നിൽക്കുക. ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ കിട്ടിയതിൽ സന്തോഷിക്കുന്നേ. ആ അഡ്മിഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുക, അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് വലിയ സംഭവമായേനെ. അങ്ങനെയൊന്നുമില്ലെന്നേ. ദൈവം തന്നതിൽ നീ സംഭവമാകുവാൻ വേണ്ടതുണ്ട്. താങ്ക് യു ലോർഡ്. ദൈവം ചിലത് നിൻ്റെ ജീവിതത്തിൽ തന്നത് തന്നെ നിന്നെ ഒരു സംഭവമാക്കി മാറ്റുവാൻ പോകുക. ഏതാ? നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ അറിയുന്നവരുടെ മധ്യത്തിൽ ഒരു സംഭവമാക്കി മാറ്റുവാൻ വേണ്ടിയ, നിങ്ങളെ ഒരു സംഭവമാക്കി മാറ്റുവാൻ വേണ്ടിയ ദൈവം ചിലത് തന്നത്. അപ്പോൾ നോക്കിയേ, ആ നഷ്ടം, സാറയുടെ നഷ്ടം, ഒരുപാട് കരയിപ്പിച്ച നഷ്ടം, ഒരുപാട് വേദനിപ്പിച്ച നഷ്ടം, ദൈവം കൊടുത്തതിനെ സ്നേഹിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരാഘോഷമായി മാറി. എനിക്കറിയത്തില്ല, ഈ ആഴ്ച ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തിരികെ തരുന്നത് ആഘോഷത്തിന് കാരണമായി. ചില ദുഃഖം നടന്ന ഭവനങ്ങളെ കർത്താവ് വിരുന്നു വീടാക്കി മാറ്റുവാൻ പോകുന്നു. നിയറസ്റ്റായിട്ട് 1 വർഷത്തിനകത്താകാം, അല്ലെങ്കിൽ 2 വർഷത്തിനകത്താകാം, മരണം നടന്ന് ആ വേദനയിൽ നിന്ന് ഇതുവരെ പുറത്തു വരാത്ത ചില ഭവനങ്ങളെ കർത്താവ് വിരുന്നു വീടാക്കി, വിവാഹ വീടാക്കി മാറ്റി ആ സന്തോഷത്തെ തിരികെ കൊണ്ടുവരുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ ഭവനം, ബ്രദർ, സിസ്റ്റർ, നിന്റെ ഭവനം, മാതാവേ, പിതാവേ, നിങ്ങളുടെ ഭവനം ഒരു വിരുന്നു വീടായി ആ ദുഃഖം മാറുവാൻ, അല്ലെങ്കിൽ ആ ദുഃഖം നിങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങിപ്പോകുവാൻ, ഇവിടെ മരണദുഃഖം നീങ്ങിപ്പോകുവാൻ, ചില മരണങ്ങൾ മുഖാന്തരമുണ്ടായ ദുഃഖം, ചില ശൂന്യത മാറിപ്പോകുവാൻ. ചിലർക്കിപ്പോഴും ശൂന്യതയാണ്, ചില നഷ്ടങ്ങൾ സമ്മാനിക്കുന്ന ശൂന്യതകളുണ്ട്. വാക്വം സ്പേസ്, അത് ഫില്ല് ചെയ്യുവാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല സിസ്റ്ററെ, ആ ശൂന്യത, നിന്റെ ജീവിതത്തിലുണ്ടായ ആ ശൂന്യത ഫില്ല് ചെയ്യുവാനുള്ള ചിലതൊക്കെ കർത്താവ് ദിവസങ്ങളിൽ ഒരുക്കുന്നുണ്ട്. നോക്ക്, ഇസഹാക്കിന് വേണ്ടി ആബ്രഹാമിൻ്റെ ദാസനായ ഏലിയാസർ പോയി അരാമ്യരുടെ ദേശത്ത് നിന്ന് ലാബാൻ്റെ സഹോദരിയെ കൊണ്ടുവരിക. അതാണ് റബേക്ക, അരാമ്യരുടെ ദേശത്തു നിന്ന്. ആമേൻ. ഇസഹാക്കിൻ്റെ മകനായ അബ്രഹാമിന് വേണ്ടി ഒരു ദാസൻ നിനക്ക് വേണ്ടി, സ്തോത്രം, നിനക്ക് വേണ്ടി നിൻ്റെ നഷ്ടം നികരുവാൻ, നിൻ്റെ ഈ സങ്കടം മാറുവാൻ, നിൻ്റെ ദുഃഖത്തിനും ഒറ്റപ്പെടലിനും വല്ലാത്ത അലച്ചിലിനും ഉഴച്ചിലിനും അറുതി വരുവാൻ പ്രൈസർ ഫാമിലിയിലൂടെ ആ ശൂന്യത മാറ്റുന്നതൊന്ന് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തരിക. ആ ഒറ്റപ്പെടൽ മാറുക, ആ ഏകാന്തത മാറുക. എന്നെ ഗൈഡ് ചെയ്യുവാൻ, എന്നെ വഴി നടത്തുവാൻ, എന്നെ ശക്തീകരിക്കുവാൻ, ഞാൻ തളർന്നു പോകുമ്പോൾ എനിക്ക് ബലം പകരുവാൻ, എനിക്ക് ശക്തി പകരുവാൻ, കേൾക്ക്, അത് നിൻ്റെ കയ്യിലെത്തി. ഏലിയാസറിലൂടെ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ റബേക്ക എന്ന ദൈവത്തിൻ്റെ കരുതലെത്തിയതുപോലെ നിങ്ങൾ പ്രൈസർ കുടുംബത്തിനകത്തായിരിക്കുന്നു. ഇസഹാക്ക് റബേക്കയെ കൂട്ടിക്കൊണ്ട് സാറയുടെ കൂടാരത്തിനകത്തു പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രവേശിക്കുക. ആ നഷ്ടത്തെ തിരികെ നൽകി ആഘോഷമാക്കി മാറ്റുവാനുള്ള, ദുഃഖം നീക്കുവാനുള്ള ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. അപ്പോൾ പലരും ചോദിക്കും, പാസ്റ്റർ, ഇതെങ്ങനെയാണ് സംഭവ്യമായി തീരുന്നത്? പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്ക് ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും, ദുഃഖത്തെ നികത്തുന്ന, നഷ്ടത്തെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു തിരികെ പ്രാപിക്കൽ. അതെ, അപ്പോൾ കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം.
പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവവചനത്തിനൊപ്പവും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊപ്പവും ചേർന്നായിരിക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവിക വിടുതൽ എന്ന അത്ഭുതം നിങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നുവ, വിടുതലോടെ മടങ്ങാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകും വിധത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കരുതലും കാരണമായി തീർന്നു. അതുപോലെ അനേകർക്ക് ഈ മെസ്സേജുകൾ നിങ്ങളിലൂടെ അനുഗ്രഹമാക്കി തീർക്കുവാനും ഇരട്ടി പ്രതിഫലം പ്രാപിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് എന്നാൽ കണ്ണടച്ച വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല നഷ്ടങ്ങൾ മുഖാന്തരം നിരാശയിലും സങ്കടങ്ങളിലുമായിരിക്കുന്നവർ, യേശുവേ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത് മുഖാന്തരം ജോലി ചെയ്യുവാൻ കഴിയാതെ ഒത്തിരി ബാധ്യതകളുണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒന്നും നിറവേറ്റുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ, അവരെ ഭവനങ്ങൾക്കകത്ത് ഒതുക്കിക്കൂട്ടിയ എല്ലാ രോഗബന്ധനവും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ആക്സിഡൻറ്റുകളെ തുടർന്ന് കിടക്കയിലായിപ്പോയവർ എഴുന്നേൽക്കട്ടെ. ജന്മനാലുള്ള രോഗമുഖാന്തരം സ്വയം ഒപ്പമുള്ളവർക്കും മാതാപിതാക്കൾക്കും ഒരു വല്ലാത്ത ബാധ്യതയായി തീർന്ന കുഞ്ഞുമക്കൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. യെസ്, കിടക്കയിലായിപ്പോയവർ എഴുന്നേൽക്കട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. സൂയിസൈഡൽ ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങളാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുക. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കണമേ. നഷ്ടപ്പെട്ട ജോലികളുടെ സ്ഥാനത്ത് ആഘോഷിക്കുവാൻ കഴിയുന്ന, സന്തോഷിക്കുവാൻ കഴിയുന്ന നല്ല ജോലികളെ നൽകി മാനിക്കണമേ. തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല മാനുഷിക പൈശാചിക വെല്ലുവിളികളെയും സ്വർഗം അങ്ങ് തകർക്കണമേ. ഇവരുടെ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വിരോധമായി നിൽക്കുന്ന ആഭിചാരങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ, നേർച്ച കാഴ്ചകൾ, വിടക്ക് കണ്ണുകൾ, അന്യാരാധനാ ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ മാറിപ്പോകട്ടെ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ IELTS, OET, പ്രോമെട്രിക്, MOH എക്സാമുകൾ എഴുതി റിസൾട്ടുകൾ എക്സ്പെക്റ്റ് ചെയ്തായിരിക്കുന്നവർ നല്ല സ്കോറുകൾ ലഭിക്കട്ടെ. സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. PRകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബിസിനസ് മേഖലകളിൽ അനുഗ്രഹവും വിശാലതയും വർധനവും ഉണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. നഷ്ടങ്ങളെ ആഘോഷമാക്കി മാറ്റുന്നതെന്ന് യേശുവിലൂടെ പ്രാപിക്കാം. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.